ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്ക് ആയിരുന്നു 6ാമത്തെ. ജിം ബോൾ നടുക്ക് വെച്ചിട്ട് രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് തുണികൾ മടക്കി വെക്കണം. റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ബസ്റ്റർ അടിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. അതായിരുന്നു ഈ ഒരു ടാസ്ക്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു കേട്ടോ. മികച്ച രീതിയിൽ തന്നെ എല്ലാവരും കളിച്ചു. ജാസ്മിനും അർജുനുമാണ് നെസ്റ്റിൽ നിന്നും മത്സരിച്ചത്. ജിൻഡോ ആയിരുന്നു വിധികർത്താവ്. ഫെയർ ജഡ്ജ്മെന്റ് ആയിരുന്നു പുള്ളിയുടെ വക. 14 തുണികളാണ് അവർ രണ്ടുപേരും കൂടി മടക്കി വെച്ചത്. അത് കറക്റ്റായിട്ട് ജിൻഡോ പറയുന്നുണ്ട്. ടണലിൽ നിന്നും സിജോ, അപ്സര എന്നിവരാണ് മത്സരിച്ചത്. അൻസിബയായിരുന്നു വിധികർത്താവ്. അൻസിബ ഇത്തിരി ഓവർ ജഡ്ജ്മെന്റിലാവാൻ ശ്രമിച്ചോ എന്ന് എനിക്കൊരു സംശയം. സിജോ പക്ഷെ വളരെ തന്ത്രപരമായിട്ട് അൻസിബയെ കൺവിൻസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് 11 തുണികളാണ് ടണല് മടക്കി വെച്ചത്. ഡെന്നിൽ നിന്നും മത്സരിച്ചത് റസ്മിനും അതേപോലെ നന്ദനയുമാണ്. അഭിഷേക് ആയിരുന്നു വിധികർത്താവ്. അഭിഷേക് വളരെ ഗൗരവത്തോടെയാണ് ജഡ്ജ് ചെയ്തത്. 12 തുണികൾ മടക്കി വെച്ചു ഡെൻ ടീം. പീപ്പിൾസ് ടീമിൽ നിന്ന് മത്സരിച്ചത് നോറയും ശ്രീതുവുമാണ്. സായി ആയിരുന്നു വിധികർത്താവ്. സായി ഫുള്ള് മറ്റേ അലൈൻമെന്റും സിമെട്രിയും ഒക്കെ നോക്കിയുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു. പതിവില്ലാതെ സായി ഒത്തിരി ടൈം പിടിച്ചിട്ടാണ് ജഡ്ജ് ചെയ്തത്. 3-4 തുണി പുള്ളി റിജക്ട് അടിച്ച് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. തീരുമാനമായോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിച്ചപ്പോഴാണ് 9 എണ്ണം എന്ന് പുള്ളി പറയുന്നത്. അങ്ങനെ ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് നെസ്റ്റ് ആണ്. ഇപ്പോൾ സ്കോർ ബോർഡിൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ഋഷി എന്നിവരുടെ നെസ്റ്റ് ആണ് സ്കോർ ബോർഡിൽ ഏറ്റവും ലീഡിങ്ങിൽ നിൽക്കുന്നത്. ജിൻഡോ, റസ്മിൻ, നന്ദന എന്നിവരുടെ ഡെന്നും സ്കോർ ബോർഡിൽ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. സെക്കൻഡ് പ്ലേസ് ആണ്. 3ാമത് ടണലാണ്. ഇത് 6 ടാസ്കുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 12 ടാസ്കുകളാണെന്ന് തോന്നുന്നു ഈ ഒരു ടിക്കറ്റ് ഫിനാലെ ബോണസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പൊ ഈ ആഴ്ചയും ഇതിന്റെ ബാക്കി ഗെയിംസ് നമുക്ക് കാണാൻ സാധിക്കും. 12 ഗെയിമും കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ആരാണ് ഈ ബോണസ് ജയിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റുക. ഇതായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.